ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആര്യാടൻ ഷൗക്കത്ത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുത്തത്. സത്യപ്രതിജ്ഞ കാണാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. UDFന്റെ തട്ടകമായിരുന്ന നിലമ്പൂർ 9 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മുന്നേറ്റമുണ്ടാക്കി UDF രാഷ്ട്രീയത്തിന് കരുത്തും ആത്മവിശ്വാസവും പകർന്ന ആര്യാടൻ ഷൗക്കത്ത് എത്തുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിരവധി പേരാണ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രി MB രാജേഷ് തുടങ്ങിയവരെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആര്യാടൻ ഷൗക്കത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പൂച്ചെണ്ടുകൾ നൽകി ആശംസകൾ നേർന്നു. നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നം കേട്ട് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലെന്ന് ഷൗക്കത്ത് പ്രതികരിച്ചു. എൻ്റെ ശബ്ദവും എൻ്റെ ശ്രദ്ധയും ഒക്കെ നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പരമാവധി സമയം നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഉപയോഗിക്കുക. രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാമൂഹിക സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ആര്യാടൻ ഷൗക്കത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. നിലമ്പൂർ നഗരസഭയുടെ ആദ്യ അധ്യക്ഷനായി ഭരണരംഗത്ത് കഴിവ് തെളിയിച്ച ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.